സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം ലേശം വലുതാണ്. പല സമയങ്ങളിലായിട്ട് ഈശോ വിളിക്കുകയാണ്. ഓരോരുത്തരെയും തൻ്റെ ജോലിയിലേക്ക് വിളിക്കുകയാണ്. പല സമയത്തായിട്ട് വിളിച്ചാലും കൂലി ഒന്ന് തന്നെ കൊടുക്കുന്ന ദൈവം ഈ നമുക്കിതിനകത്തുണ്ടാകേണ്ട മനോഭാവം എന്താണ്? മറ്റുള്ളവരെ കുറച്ചേ ജോലി ചെയ്തുള്ളൂ, ഞാൻ കുറച്ച് കൂടുതൽ ജോലി ചെയ്തു, എനിക്ക് കൂടുതൽ പൈസ കിട്ടണം എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ കർത്താവിന് ധാരാളം ശുശ്രൂഷകരെ കിട്ടുന്നുണ്ടല്ലോ എന്നോർത്തുകൊണ്ട് വളരെ പതുക്കെയാണെങ്കിലും താമസിച്ചാണെങ്കിലും വന്നതിനെ ഓർത്ത് നന്ദി പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരേ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കുറച്ച് നേരത്തെ വന്നു, നീ ഇപ്പോഴല്ലേ വരുന്നത്, നിനക്ക് എന്നാ അറിയാം എന്നൊക്കെയുള്ള ചിന്താഗതികളിലൂടെ ഇന്ന് പല ശുശ്രൂഷകരെ കാണുന്നുണ്ട്. എന്നാൽ ദൈവമാണ് അവരെ വിളിച്ചത് ദൈവമാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ് ഈ ശുശ്രൂഷ ജീവിതം. അത് എൻ്റെ ബുദ്ധിയുടെ മിടുക്കൊന്നുമല്ല, എൻ്റെ കഴിവല്ല എന്ന് മനസ്സിലാക്കിയാൽ അവരെയൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് എന്തറിയാം എന്നുള്ള രീതിയിൽ അവരെ ചെറുതാക്കി കാണുകയാണ്. ദൈവമാണ് അവരെ വിളിച്ചിരിക്കുന്നത് എന്ന തിരിച്ചറിവിൽ അവരെ കൈകോർത്ത് പിടിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യത്തിന് സുവിശേഷം പ്രസംഗിക്കാം, ദൈവരാജ്യത്തെക്കുറിച്ച് അറിയിക്കാം എന്ന മനോഭാവത്തിൽ മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്ക് നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. താമസിച്ചു വന്നവരെ നമ്മളെപ്പോലെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഒക്കെ സാധിക്കട്ടെ. അതിനുള്ള കൃപാവരത്താൽ നിറയട്ടെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.